പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് മെയ് 10-ന് അവസാനിക്കുകയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തലിന് ധാരണയാവുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ ഈ വെടിനിർത്തലിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ആ കരാറിൻ്റെ ഉപജ്ഞാതാവ് താനാണെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴായി പല വേദികളിലായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ഇത്തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ല, ഇന്ത്യ ഒരു തരത്തിലും ഇത്തരം അതായത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ മാത്രമാണ് നടക്കാൻ അനുവദിക്കുന്നത്, ഏതെങ്കിലും തരത്തിലൊരു മധ്യസ്ഥൻ്റെ സഹായം ഇന്ത്യ തേടിയിട്ടില്ല, ഒരു മധ്യസ്ഥനെ അനുവദിക്കുന്ന ഒരു സമീപനം ഇന്ത്യയിലെ കാലാകാലങ്ങളായി വന്നിട്ടുള്ള സർക്കാരുകൾക്കല്ല, ഇവിടുത്തെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ അങ്ങനെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യകതയില്ല എന്നുള്ളൊരു പൊതുനയമുണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ വായ് മൂടിക്കെട്ടി നിന്നിരുന്ന ട്രംപ് വീണ്ടും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്ക സന്ദർശിച്ചപ്പോഴും സമാനമായ രീതിയിൽ പ്രതികരിച്ച ട്രംപ്, അതായത് രണ്ട് രാജ്യത്തെയും നേതാക്കന്മാർ, വളരെ സ്മാർട്ടായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനമെടുത്തു, അതിൽ തനിക്ക് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വായ് മൂടി നിന്ന ട്രംപിൻ്റെ വീണ്ടും പിരിയിളകിയിരിക്കുകയാണ്. ഇപ്പോഴും ട്രംപ് വന്ന് പറയുകയാണ് ആ വെടിനിർത്തൽ കരാറിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കിയത് താനാണ് എന്നുള്ള വിചിത്രവാദവുമായി വീണ്ടും ട്രംപ് എത്തിയിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം ഇങ്ങനെയാണ്: താൻ വൈറ്റ് ഹൗസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കുകയും രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അടിയന്തരമായി രണ്ട് രാജ്യങ്ങളോടുമുള്ള അതായത് ഇന്ത്യയോടും പാകിസ്ഥാനോടുമുള്ള സകല വ്യാപാര കരാറുകളും റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് വിളിച്ചു പറയണം റദ്ദ് ചെയ്യാതിരിക്കാൻ, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് താൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. ഈ ഉദ്യോഗസ്ഥർ ആരെന്നാൽ ഒരാളുടെ പേര് ഹവാർഡ് ലുട്നിക് എന്നുള്ളതാണ്. അദ്ദേഹം അമേരിക്കയിലെ വലിയൊരു വ്യാപാരിയാണ്, വലിയൊരു ബിസിനസ്മാനാണ്. നിലവിൽ അദ്ദേഹം അമേരിക്കൻ സർക്കാരിൻ്റെ വാണിജ്യ വ്യാപാര സെക്രട്ടറിയും കൂടിയാണ്. ഇദ്ദേഹത്തോടും അതേസമയം തന്നെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റ്, ഈ രണ്ട് പേരോടുമാണ് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. ഈ രണ്ട് പേരും ഇന്ത്യയോടും പാകിസ്ഥാനോടും അതായത് രണ്ട് രാജ്യത്തിൻ്റെയും പ്രതിനിധികളുമായി സംസാരിക്കുകയും ഇങ്ങനൊരു കാര്യം ചോദിക്കുകയും ചെയ്തു എന്ന്. അതായത് നിങ്ങൾക്ക് അമേരിക്കയുമായി വ്യാപാരം നടത്തണോ അതോ പരസ്പരം ആറ്റം ബോംബുകൾ ഉപയോഗിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും തന്നോട്, അതായത് ട്രംപ് അവകാശപ്പെടുന്ന രണ്ട് നേതാക്കളും, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തന്നോട് നേരിട്ട് സംസാരിക്കുകയും തങ്ങൾക്ക് വ്യാപാര പരിപാടികളുമായി തുടർന്നു പോകണം, ഇനി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന രണ്ട് നേതാക്കന്മാരും തന്നോട് പറഞ്ഞു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതായത് രണ്ട് നേതാക്കളും വളരെ സ്മാർട്ടാണ്, അവർ ഒരു ഉചിതമായ തീരുമാനം എടുത്തു എന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ട്രംപ് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. അതായത് സെർബിയ കൊസോവോ സംഘർഷം, അതും സമാനമായ രീതിയിൽ അമേരിക്ക വ്യാപാര ഉടമ്പടികൾ മുന്നോട്ട് വെച്ചു. വ്യാപാര കരാറുകൾ റദ്ദ് ചെയ്യുന്ന ഭീഷണി മുഴക്കിയോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധം വെടിഞ്ഞ് സമാധാന പാതയിലേക്ക് വന്നു. സെയിം ട്രിക്ക് തന്നെയാണ്, അതേ വിദ്യ തന്നെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും എതിരെ താൻ പ്രയോഗിച്ചത് എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിയത് മെയ് 6-ാം തീയതി പുലർച്ചെയാണ്. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ വ്യോമാക്രമണം നടത്തി തകർത്തു. ഏതാണ്ട് 11 കേന്ദ്രങ്ങളാണ് തകർത്തത്. അപ്പോൾ ഇതിന് പ്രതികാരം എന്ന നിലയിൽ പാകിസ്ഥാൻ നമ്മുടെ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ 6-7 തീയതികളിലായി വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുകയും ഏതാണ്ട് 8-9 തീയതികളിലായി ഇന്ത്യ കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളടക്കം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ഇന്ത്യ തകർക്കുന്നൊരു സമീപനം എടുത്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയെടുത്തു. ബ്രഹ്മോസ് മിസൈലുകളടക്കം പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ചെന്ന് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ 10-ാം തീയതി പുലർച്ചെ പാകിസ്ഥാൻ്റെ DGMO, അതായത് സൈനിക നീക്കങ്ങളുടെ തലവനെ വിളിക്കുന്ന സ്ഥാനപ്പേരാണ് DGMO. അങ്ങനെ DGMO ഇന്ത്യയുടെ DGMOയെ ഹോട്ട്ലൈൻ വഴി ഏതാണ്ട് രാവിലെ 11:30 ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇന്ത്യയുടെ DGMO ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളിലായിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല.
12:30 ഈ പാകിസ്ഥാൻ്റെ DGMO ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ടു. അപ്പോഴും ഇന്ത്യയുടെ DGMO ഔദ്യോഗിക തിരക്കുകളിലായതിനാൽ ഫോണിൽ സംസാരിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2:30 കൂടിയാണ് രണ്ട് നേതാക്കളും ഫോണിൽ ഹോട്ട്ലൈനിൽ പരസ്പരം സംസാരിക്കുകയും പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. ഇന്ത്യ അത് അംഗീകരിക്കുകയും ചെയ്തത്. ഇതിനുശേഷം 5:30 കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറായി താനാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് എന്ന തരത്തിൽ പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിലാണ് രണ്ട് രാജ്യങ്ങളും ധാരണയിലെത്തിയത് എന്നുള്ള വാർത്ത പ്രചരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നു. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ മാത്രമാണ് കാലാകാലങ്ങളായി നടന്നിട്ടുള്ളത്. അതാണ് കീഴ്വഴക്കം. ഇന്ത്യയുടെ നയവും അതുതന്നെയാണ്. അതിന് വിരുദ്ധമായി എന്തുകൊണ്ട് ട്രംപിൻ്റെ മധ്യസ്ഥത തേടി എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്രംപിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന്. ഇന്ത്യ ഈ നേരത്തെ പറഞ്ഞ ടൈം ലൈൻ ഉണ്ടല്ലോ, DGMO തരത്തിലുള്ള ചർച്ചകൾ നടന്ന ടൈം ലൈൻ, അതടക്കം ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി പറയേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കനത്ത നാണക്കേടാണ്. കാര്യം സ്വയം ലോക പോലീസ് ചമയാനായി ട്രംപ് നടത്തിയ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലക്ഷ്യം വെച്ച് ട്രംപ് നടത്തിയ ഒരു പൊറാട്ട് നാടകം, അതിൻ്റെ സ്ക്രിപ്റ്റ് ഇന്ത്യ പൊളിച്ചടുക്കി കൈ കൊടുത്തതാണ്. പക്ഷേ വീണ്ടും നാണമില്ലാതെ നാണം കെട്ട് ട്രംപ് വീണ്ടും അവകാശവാദവുമായി രംഗത്ത് വരികയാണ്. ഈ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയത് താനാണ്. ഒരുപക്ഷെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലക്ഷ്യമിടുന്ന ട്രംപ് ഒരുപക്ഷെ വലിയ താമസമില്ലാണ്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പര്യവസാനവും താൻ ഇടപെട്ട് നടത്തി എന്ന വിചിത്രമായ പ്രഖ്യാപനവും നടക്കും. കാരണം ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് കൊട്ടേഷൻ കൊടുത്ത ആളാണ് ട്രംപ്. അതുമാത്രമല്ല, ഇറാനിൽ പോയി മാരകമായിട്ടുള്ള ബോംബ് വർഷം നടത്തിയ ആളാണ് ട്രംപ്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം നടത്തി അല്ലെങ്കിൽ ആയുധങ്ങൾ നടത്തി അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി സമാധാനം സ്ഥാപിക്കുന്ന വിചിത്രമായ ഒരു നയമാണ് ട്രംപിൻ്റെ പക്കലുള്ളത്. സമാധാന ദൂതർ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുവർ എപ്പോഴും ഉഭയകക്ഷി ചർച്ചകൾ അല്ലെങ്കിൽ അതായത് നയതന്ത്ര നീക്കങ്ങൾ, ചർച്ചകൾ, ഇതിലൂടെ സമാധാനം സ്ഥാപിക്കുന്നവരെയാണ് സാധാരണ നമ്മൾ ഈ സമാധാന നോബൽ സമ്മാനത്തിൻ്റെ അതിൻ്റെ പ്രയോക്താക്കളായി അതിൻ്റെ വക്താക്കളായി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ട്രംപ് ഇവിടെ എല്ലായിടത്തും ചെന്ന് ആയുധ കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങളെ തമ്മിലടിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് താൻ സമാധാനത്തിൻ്റെ വക്താവായിട്ട് സ്വയം അവരോധിക്കുകയും ആണ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷവും അവസാനിപ്പിക്കാൻ താൻ ശ്രമിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ പുടിനെ ചർച്ചകൾക്ക് ക്ഷണിക്കുന്ന ട്രംപ് മറ്റൊരു വശത്ത് നിന്ന് ഉക്രൈന് സൈനികമായ സഹായങ്ങൾ നൽകുന്നു, ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നു. അത്തരത്തിൽ വിചിത്രമായ രീതിയിൽ സമാധാനം സ്ഥാപിക്കാം എന്ന് അത്തരത്തിലുള്ള ചില ഇക്വേഷൻസ്, അത്തരത്തിലുള്ള ചില സൂത്രവാക്യങ്ങൾ തനിക്കുണ്ട് എന്ന തരത്തിൽ സ്വയം വിചാരിക്കുന്ന ട്രംപ് വാസ്തവത്തിൽ ഇപ്പോൾ ഒരു കോമാളി കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ താൻ ഇടപെട്ട് ഇല്ലാതാക്കി എന്നുള്ള ട്രംപിൻ്റെ അവകാശവാദം പൊള്ളയാണ്. അത് ഇന്ത്യ വസ്തുനിഷ്ഠമായി തെളിയിച്ചിട്ടുള്ളതാണ്. വീണ്ടും 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 ഒരു അപഹാസ്യ കഥാപാത്രമാകാനാണ് ട്രംപിൻ്റെ വിധി.